ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ നിന്നെ കുറിച്ച് ആലോചിക്ക. ഞങ്ങളെക്കാളും നിന്നെ സ്നേഹിക്കുന്ന പെണ്ണിനെ കുറിച്ച് ആലോചിക്ക. അവളോടത്തെ ജീവിതത്തെ കുറിച്ച് ആലോചിക്ക. അല്ലാതെ നീ ഇനി ഞങ്ങളെ കുറിച്ച് ആലോചിക്കണ്ട. അതെ, നിങ്ങളൊക്കെ പറയുന്ന പോലെ ദീപക്കുമായിട്ടുള്ള ഋതിക മാഡത്തിന്റെ വിവാഹം നടക്കരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അത് എങ്ങനെ മുടക്കുമെന്ന് ആലോചിച്ചിട്ട് മനസ്സിൽ ഒരു വടിയും തെളിയുന്നില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ഇപ്പൊ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ ഈ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോ നിങ്ങളൊക്കെ എന്നെ ചോദ്യം ചെയ്യുന്നുള്ളതാ. എന്ത് വന്നാലും നോക്കാം. രാജു, നീ എവിടേക്കാ? ഞാൻ വർമ്മ സാറിന്റെ വീട്ടിലേക്ക് അയച്ചാ. എന്തിനാ? അവരുടെ വിവാഹം നടത്തി കൊടുക്കാനോ? അച്ഛാ, അത് എടാ, നീ ചെയ്യുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലാവണില്ല. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഇതൊക്കെ ആലോചിച്ച് വിഷമിക്കുന്ന ഒരു ദിവസം വരുമെന്ന്. ഇപ്പൊ തന്നെ നിന്റെ ഉള്ളിൽ വിഷമമുണ്ടെന്ന് എനിക്കറിയാടാ. പക്ഷേ നീ ആ വിഷമം മറച്ചു വെച്ച് അവിടേക്ക് ചെന്ന് അവിടുത്തെ പണികളും ചെയ്ത് നീ ഇന്നലെ രാത്രിയിൽ എപ്പോഴാ വന്നത്? അച്ഛാ, നീ ഒന്ന് വന്നിട്ട് വീണ്ടും സാറിന്റെ വീട്ടിലേക്ക് വിവാഹത്തിന്റെ ജോലി നോക്കാൻ പോയില്ലേ? അച്ഛാ, അത് അംബിക മാഡം പറഞ്ഞിരുന്നു എല്ലാം നോക്കി ചെയ്യണമെന്ന്. രാജു, നിനക്ക് നാണാവുന്നില്ലേ? നീ അവര് പറയുന്നത് കേട്ടോണ്ട് എന്തിനാടാ അവിടെ പോയി പന്തലൊരുക്കാനും കല്യാണ പണികളൊക്കെ ചെയ്യാനും നിൽക്കുന്നേ? ചേച്ചി പ്ലീസ്, നിങ്ങൾ എനിക്ക് കുറച്ച് സമാധാനം താ. സമാധാനം തന്നിട്ട് നടക്കാൻ പോകുന്ന വിവാഹം നീ മുടക്കോ? അത് എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. രാവിലെ തന്നെ നിങ്ങൾ എല്ലാരും കൂടി എന്നെ ടെൻഷൻ ആക്കല്ലേ? നിനക്കല്ലടാ ടെൻഷൻ. ഇപ്പൊ നിന്നേക്കാൾ കൂടുതൽ ടെൻഷൻ ഞങ്ങൾക്കാ. ആ കുട്ടിയുടെ ഭാവി ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുക. നീ ഒരു കാര്യം ആലോചിച്ചോണം. ദീപക്ക് ഋതുമോളെ വിവാഹം കഴിച്ച് ഋതുമോൾക്ക് എന്തെങ്കിലും സംഭവിച്ച അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കായിരിക്കും. അമ്മ എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? അങ്ങനൊന്നും ഉണ്ടാവില്ല അമ്മേ. ഉണ്ടാവില്ലത്രേ. അവൻ തർക്കിക്കാൻ വന്നിരിക്കുന്നു. രാധ പറഞ്ഞത് നീ കേട്ടില്ല? അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച അതിന്റെ പാപം നിനക്ക് മാത്രമല്ലടാ, ഞങ്ങൾക്കും കിട്ടും. ഞാനിപ്പൊ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എല്ലാരും പറയുന്നത്? എന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയില്ലേ രാജു? ചേച്ചി, നിങ്ങൾ പറയുന്ന പോലെ ഒന്നും എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ? എനിക്ക് എന്റേതായ പരിമിതികളില്ലേ? അവന്റെ ഒരു പരിമിതി. നിനക്കെപ്പോഴും ഈ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അമ്മ എന്നോട് അങ്ങനെയൊന്നും പറയരുത്. ഈ വീടിന് വേണ്ടിയും ഈ കുടുംബത്തിന് വേണ്ടിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. അല്ലാതെ എന്റെ ജീവിതത്തില് മറ്റാഗ്രഹങ്ങളോ മറ്റ് ലക്ഷ്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എടാ, അതെല്ലാം മാറണം തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. ജയന്റെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ജയനിപ്പോ നമ്മളെ പഴയതുപോലെ ഒന്നിനും ബുദ്ധിമുട്ടിക്കുന്നില്ല. പിന്നെ ശ്രീലക്ഷ്മി, അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചു. അവള് സുഖമായും സന്തോഷത്തോടെയും ജീവിക്കുന്നു. പിന്നെ ഞാനും വേണോ ഏട്ടനും. ഞങ്ങൾക്ക് പ്രായമായില്ലേടാ. ഞങ്ങളുടെ ജീവിതം ഇനി എത്ര കാലം ഉണ്ടാവുമെന്നാ? ഞങ്ങൾ ഇനി എത്ര കാലം ജീവിച്ചിരിക്കുന്നു അറിയില്ല. ഞങ്ങളുടെ ആഗ്രഹം നീ ഒരു വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ച് കാണണമെന്നാ. അപ്പോ നിന്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ വ്യക്തിയാ ഋതികമോള്. നിന്നെ പ്രണയിക്കുന്ന ഒരാള്.
നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്ന ഒരാള്. ആ കുട്ടിയെ നീ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു. ആ കുട്ടിക്ക് ഒരു പ്രത്യേക അവസ്ഥ ഉണ്ടായപ്പോ അവൾ നിന്നെ വിവാഹം ചെയ്തു എന്ന് നുണ പറയേണ്ടി വന്നു. നീ നിന്റെ സത്യസന്ധത വർമ്മ സാറിനെ തെളിയിച്ചു. അത് ഞങ്ങൾക്ക് മനസ്സിലാവും. നിനക്ക് വർമ്മ സാറിനോട് നിന്റെ മനസ്സിലുള്ള സ്നേഹവും നന്ദിയും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവും. നീ സത്യം തുറന്നു പറഞ്ഞ് വർമ്മ സാറിന്റെ കൈകളില് ഋതിക മോളെ തിരിച്ചേൽപ്പിച്ചു. പക്ഷേ ഇപ്പൊ ആ കുട്ടിയുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക. ആ കുട്ടി ദീപക്കിനെ വിവാഹം കഴിച്ച അതോടെ ആ കുട്ടിയുടെ ജീവിതം തീരും. അതമ്മയ്ക്ക് ഉറപ്പാടാ. ആ കുട്ടി നിന്നെയാ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും വിശ്വസിക്കുന്നതും. എന്നിട്ടും അവനെ പോലൊരു നീചന്റെ കയ്യിലേക്കാ ആ കുട്ടിയുടെ ജീവിതം പോകുന്നതെങ്കില് ആ കുട്ടി എന്തെങ്കിലും കടുത്ത തീരുമാനം എടുക്കും രാജു. നീ നിന്നെ കുറിച്ച് ആലോചിക്ക. ഞങ്ങളെക്കാളും നിന്നെ സ്നേഹിക്കുന്ന പെണ്ണിനെ കുറിച്ച് ആലോചിക്ക. അവളോടത്തെ ജീവിതത്തെ കുറിച്ച് ആലോചിക്ക. അല്ലാതെ നീ ഇനി ഞങ്ങളെ കുറിച്ച് ആലോചിക്കണ്ട. അതെ, എനിക്ക് ആരോഗ്യവും ആയുസ്സും ഉള്ളിടത്തോളം കാലം ഞാൻ എന്റെ ഭാര്യയും മക്കളെയും നോക്കിക്കോളാം. നീ അത് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട് രാജു. നിനക്ക് പറ്റുമെങ്കിൽ ഋതിക മാഡത്തെയും വിളിച്ചുകൊണ്ടുവന്ന് എവിടെയെങ്കിലും പോയി ചെയ്യും. നിന്റെ പുറകെ ഏതായാലും വർമ്മ സാറ് വരില്ല. പിന്നെ അംബിക മാഡവും ദീപക്കും. അവരെ നിന്റെ പുറകെ വരാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാണ്. അതിനുള്ള ഗഡ്സി അച്ഛനുണ്ട്. അച്ഛനും അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? ഇതൊന്നും ഒരു കാരണവശാലും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞ ഞാൻ അത് ചെയ്യുമെന്ന് മനക്കോട്ടെ കെട്ടരുത്. ഇതൊന്നും ഒരിക്കലും നടക്കില്ല. അല്ല, നിങ്ങളെന്താ വിവാഹത്തിന് പോകാതെ ഇങ്ങനെ നിൽക്കുന്നത്? പോയി ഡ്രസ്സ് മാറി ഒരുങ്ങി ഇറങ്ങാൻ നോക്ക്. നിങ്ങളൊരു ടാക്സി വിളിച്ച് വർമ്മ സാറിന്റെ വീട്ടിലേക്ക് വന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ വരുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഋതുമോളെ ആ വിവാഹ വേഷത്തിൽ കാണാൻ പറ്റില്ലടാ. നിന്റെ മനസ്സിന്റെ കട്ടിയൊന്നും ഞങ്ങൾക്കില്ല. അച്ഛാ, അവര് നമ്മളെ ക്ഷണിച്ചല്ലേ. നമ്മൾ പോതിരുന്ന മോശമല്ലേ അച്ഛാ? അച്ഛൻ അമ്മയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി. എനിക്ക് ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. രാധ പറഞ്ഞു കഴിഞ്ഞാ എനിക്കും പറയാനല്ലോ. ഞങ്ങൾ ഈ വിവാഹത്തിന് വരണില്ല. നീ പോയി വിവാഹം നടത്തി കൊടുക്കോ, മാഡത്തിന് ദീപക്കിനെ ഏൽപ്പിച്ചു കൊടുക്കോ, എന്താന്ന് വെച്ചാ നിന്റെ ഇഷ്ടത്തിന് ചെയ്യ്. ഞങ്ങളില്ല അങ്ങോട്ടേക്ക്. അകലേ നോവിനാലേ